എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനവിടെ പഠിച്ചിറങ്ങിയിട്ട് 20 വർഷമായി. ഞാനൊരു വ്ളോഗറോ യൂട്യൂബറോ ഒന്നുമല്ല. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് പലവട്ടം ചിന്തിച്ചു. അതിനുശേഷം ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആരെയും വ്യക്തിപരമായി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയോ പക്ഷം പിടിക്കാനോ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പം ലേറ്റസ്റ്റായി പോകുന്നൊരു വാർത്തയാണ്. ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആഷിർ നന്ദ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതിൽ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്ത അവിടെ സ്കൂളിൽ ഭയങ്കര പീഡനമായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രഷർ സഹിക്കാൻ വയ്യാണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, ആ വേദനയിൽ പങ്കുചേരുന്നു. ഒന്നും അതിന് പകരമാവില്ല എന്നറിയാം. ഈ ഒരു വീഡിയോ ആ കുട്ടിയെ ഒരു തരത്തിലും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് തുടർന്ന് കണ്ടാൽ മതി. അപ്പം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1997 സെൻറ്റ് ഡൊമിനിക് എന്ന സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 4ാം ക്ലാസ്സിൽ. അന്ന് ഈ പറയുന്ന സ്കൂള് ശ്രീകൃഷ്ണപുരത്ത് മണ്ണമ്പറ്റ എന്ന് പറഞ്ഞ ഭാഗത്താണ്. അവിടെ ഒരു ചെറിയൊരു കോൺവെൻ്റ് ഉണ്ട് സിസ്റ്റേഴ്സിന്. അവിടെയായിരുന്നു വലിയ സ്കൂൾ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്നും നമ്മൾ കാണുന്ന ഈ വലിയ ഒരു സ്കൂളിലേക്ക് അവർ എത്തിയത്. അതൊരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ല. അത് ഇത്രയും വർഷത്തെ അവരുടെ പ്രയത്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ എല്ലാം, അതായത് അവിടെ കുട്ടികളെ വിട്ടിരുന്ന മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. പിന്നെ 1997 ഞാൻ ശ്രീകൃഷ്ണപുരത്ത് വരുമ്പോൾ അതൊരു കുഞ്ഞൊരു ഗ്രാമമായിരുന്നു. അന്ന് ഇപ്പോൾ ഉള്ള പോലെ കുറേ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നല്ല വിദ്യാലയം എന്ന് പറയാൻ അവിടെ അന്നുണ്ടായിരുന്ന ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് സ്കൂളായിരുന്നു. അതിനുശേഷം ഈ ഡൊമിനിക് സ്കൂൾ വന്നു. ഈ ശ്രീകൃഷ്ണപുരം എന്ന ഗ്രാമത്തിൻ്റെ ഒരു വികസനത്തിൽ വലിയൊരു പങ്ക് വഹിച്ചതാണ് ഈ ഡൊമിനിക് സ്കൂൾ. കാരണം എനിക്കറിയാം, എൻ്റെ കൂടെ തന്നെ പഠിച്ച കുറേ കുട്ടികളുണ്ടായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഔട്ട് ഓഫ് കേരളയിൽ വന്ന് പഠിച്ച് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആ വിദ്യാലയം നല്ലതായതുകൊണ്ടും നല്ല വിജയ ശതമാനം ഉള്ളത് കൊണ്ടുമാണല്ലോ ഇവരൊക്കെ വന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരത്ത് ഡൊമിനിക് സ്കൂൾ വന്നു. അതിൻ്റെ പുറകെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു. അങ്ങനെ ആ ഒരു ഗ്രാമം വികസനത്തിലേക്ക് പോയി ഇന്നത്തെ ശ്രീകൃഷ്ണപുരമായി. ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 4ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ഡൊമിനിക്കിലാണ് പഠിച്ചത്. ആദ്യമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചിരുന്നു. പിന്നെ സാധാരണ പിള്ളേർക്ക് വരുന്ന പോലെ ഉഴപ്പ് എനിക്കും വന്നു. ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ സിസ്റ്റർ എൽസി, അത്യാവശ്യം സിസ്റ്റർ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അത് നമ്മുടെ ഈ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് സ്കൂൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് അറിയാമല്ലോ നമുക്ക് മൊത്തത്തിൽ. അതറിഞ്ഞിട്ട് തന്നെയാണല്ലോ നിങ്ങളുടെ മക്കളെ ആ വിദ്യാലയത്തേക്ക് വിടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് വിട്ടാൽ പോരെ. അത് നമ്മുടെ മക്കൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് വളരണം, അല്ലെങ്കിൽ കുറച്ച് ചിട്ടവട്ടങ്ങൾ വരണം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിടുന്നത്. അപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരുപാട് ഇതേപോലെ പഠിക്കാതുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് ചീത്ത പറയും, അടിക്കും. ചിലപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി. അങ്ങനെ നമ്മൾ മിണ്ടുമ്പോഴേക്കും നമ്മൾ കരയാനും പിഴിയാനും അല്ലെങ്കിൽ അങ്ങനെ മരണത്തെക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനാണെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ തലമുറക്കില്ലാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതാണ്. അതായത് അവർക്ക് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ അറിയത്തില്ല. അത് അവരുടെ പാരൻസ്, അത് ഇതെല്ലാം ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വമല്ല. ഇത് പാരൻസും കൂടെ അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പിള്ളേർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമാണ്. പ്രോബ്ലംസ് ഫേസ് ചെയ്ത് പിള്ളേർ വളരണം. അങ്ങനെ വളർന്നാലേ അവർക്ക് വലുതാവുമ്പം ഹഡിൽസും സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ പിള്ളേരെയും നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ഒക്കത്ത് വെച്ച് നടന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ലൈഫിൽ അവർ ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ജീവിതം കഴിഞ്ഞ് അവർ ശരിക്കുള്ള ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വരുമല്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 7-8 പഠിക്കുമ്പോഴാണ് PTA മീറ്റിങ്ങിൻ്റെ സമയത്ത് എൽസി സിസ്റ്ററിൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അവന് നല്ല വണ്ണമൊക്കെ ഉണ്ടല്ലോ, അവന് വല്ല റബ്ബർ വെട്ടാൻ വിട്ടുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കത് മാനസികമായിട്ട് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ വേദനിക്കാനിരുന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ആ സമയത്ത് നമുക്ക് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡൊമിനിക് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസം മാത്രമല്ല, അവർ കലാപരമായിട്ടും കായികപരമായിട്ടും പിള്ളേരെ
ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വരുന്ന ഒരു സ്കൂളാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തതും എനിക്കറിയുന്നതും. അതൊരു കാര്യം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ പറയുന്ന സ്റ്റെല്ല ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. സ്റ്റെല്ല ടീച്ചർ ഞാൻ പഠിക്കാണ്ടിരുന്ന സമയത്ത് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് ടീച്ചേഴ്സ് പറയത്തില്ലേ, അത് നമ്മൾ ടീച്ചേഴ്സ് കുറ്റം കണ്ടാൽ ശാസിക്കില്ലേ, അത് നമ്മൾ ആ ഒരു ഇതിലല്ലേ എടുക്കേണ്ടത്. അല്ലാതെ അതെല്ലാം ഇപ്പം ഇന്നലെ ഞാൻ കണ്ടു, വാർത്തയിൽ കണ്ടു, പിള്ളേർ വന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോഴേക്കും ടീച്ചർമാരൊന്ന് ചവിട്ടി ഇടിച്ചു അങ്ങനെ. അത് നിങ്ങൾ ആ വീഡിയോ നേരെ കണ്ടാൽ നിങ്ങൾക്കറിയാം. പിള്ളേർ കുറേ പേര് ടി വിയുടെ മുമ്പിൽ വന്ന് വരാൻ പറ്റുന്ന ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കുറേ പേര് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവരങ്ങനെ പറയുന്ന കാര്യങ്ങൾ പോലും സീരിയസ് ആക്കി എടുത്ത് സ്കൂളിനെതിരെ പിള്ളേരെ തിരിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇന്നലെ അതിന് ശേഷം ഞാൻ കണ്ടു ടീച്ചേഴ്സും അതായത് ഈ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ഈ പിള്ളേരെയും വെച്ചിട്ട് മീഡിയക്കാർ സംസാരിക്കുന്നു. അതിലൊരു പാരൻറ്റ് കൊച്ചിനോട് പറയുന്നത് കേട്ടു, നിങ്ങളിനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ടെല്ലാം പറയാം. ആരെ പേടിക്കേണ്ടത്? ആരെ പേടിക്കേണ്ടാത്തത്? ടീച്ചേഴ്സിനെയോ? മക്കൾക്ക്, പിള്ളേർക്ക് അതായത് ഈ പിള്ളേരൊക്കെ പഠിക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിലൊന്നുമല്ല. ഞാനൊരു വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇവിടെ കുട്ടികൾക്ക് പാരൻസിനെ ചലഞ്ച് ചെയ്യാം, ടീച്ചേഴ്സിനെ ചലഞ്ച് ചെയ്യാം. തെറ്റ് ചെയ്താൽ നിങ്ങളിൽ എത്ര പാരൻസ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ചലഞ്ച് ചെയ്താൽ അച്ഛൻ ചെയ്ത് ശരിയായില്ല, അമ്മ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സെൻസിൽ അതെടുത്ത് ഓക്കെ മക്കളെ എനിക്ക് തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കുന്ന എത്ര പാരൻസ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? അതുപോലെ ടീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു കൾച്ചറല്ല നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും വിദേശ രാജ്യങ്ങളുള്ള തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചേഴ്സിനെ ചലഞ്ച് ചെയ്യാം ഇവർക്ക്. നമ്മുടെ നാട്ടിൽ ചലഞ്ച് ചെയ്യരുതെന്നല്ല പറയുന്നത്, പക്ഷെ അത് അത്രത്തോളം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വളർന്നിട്ടില്ല. പിന്നെ ആ ഒരു പിതാവ് പറയുന്നത് കേട്ടു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഈ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് ഈ പിള്ളേരെ മുമ്പിൽ വെച്ച് ടീച്ചേഴ്സിനെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് ടീച്ചർമാരുടെ എന്തുമാത്രം ബഹുമാനം പിന്നീട് ഉണ്ടാവും. കാരണം നിങ്ങളിതൊന്നും ഇന്നോ നാളെ പറഞ്ഞു പോവും. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ടീച്ചേഴ്സിനെ കുറിച്ച് എന്ത് ഇതാണ് വരുന്നത്, അവർക്ക് മനസ്സിലാവുന്ന കാര്യം എന്തായിരിക്കും? ഞങ്ങൾക്കിവിടെ എന്തും ചെയ്താൽ ഞങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത ആൾക്കാർ വരും, ഞങ്ങളെ താങ്ങാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു തലമുറയിനല്ല നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കഞ്ചാവൊന്നുമല്ല, ഇതിന് വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? പിള്ളേർക്ക് ആരും പേടിയില്ല, അപ്പനമ്മമാരെ പേടിയില്ല. പിന്നെ ഈ അപ്പനമ്മമാർക്ക് മക്കളെ അറിയത്തില്ല, മക്കൾക്ക് അപ്പനമ്മമാരെ അറിയത്തില്ല. എൻ്റെ മക്കൾ ഇവിടെ സ്കൂൾ വിട്ട് വന്നാൽ ഞാനും എൻ്റെ വൈഫ് ഞാൻ എന്നും ചോദിക്കും, ഇന്ന് ഹൗ വാസ് ഇറ്റ് ഡേ, നിങ്ങളുടെ സ്കൂൾ ഓക്കെ ആയിരുന്നു, എന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? അത് പറയുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ് പറയാനായിട്ട്. അപ്പോൾ അവർ നമ്മളോട് ഓപ്പൺ ആവും. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മക്കളോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്ന് സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നു, ഇന്ന് എന്താ നിങ്ങൾ പഠിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇന്ന് പഠിച്ചത്, അങ്ങനെ നിങ്ങൾ എത്ര പേര് ചോദിക്കുന്നുണ്ട്? ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടീച്ചർമാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് പാരൻസിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. രണ്ട് കൂട്ടരും വിചാരിച്ചാൽ മാത്രമേ പിള്ളേർ നന്നായി വരത്തുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതേ പിള്ളേർ തന്നെ സ്കൂളിൽ പോയിട്ട് അദ്ദേഹമൊക്കെ നല്ല മാർക്ക് കുറവ് വന്നു, അല്ലെങ്കിൽ അവർ തോറ്റു വന്നാൽ നിങ്ങൾ ആരെ കുറ്റം പറയുക? നിങ്ങളുടെ മക്കളെ കുറ്റം പറയുമോ അതോ സ്കൂളുകാരെ കുറ്റം പറയുമോ? നിങ്ങൾ എന്താ പറയുക? ഞങ്ങൾ ഇത്ര ഫീസ് കൊടുത്ത് നിങ്ങൾ വിടുന്നതാണ്, ഇതാണ് നിങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചോദിക്കുകയുള്ളൂ. ഇന്നലെ കണ്ടു ഒരുപാട് പേര് വന്നിട്ട് സ്കൂളിനെ കുറിച്ച്, സ്കൂൾ അങ്ങനെയാണ്, ഇവിടെ യൂണിഫോം അങ്ങനെ ഇടുന്നു, അത് സ്കൂളിനില്ലാത്ത കുറ്റങ്ങളില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും കുറ്റങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിട്ട്, എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കളെ ആ സ്കൂളിൽ വിട്ടത്? വേറെ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഗവൺമെൻറ് സ്കൂളുണ്ട്, അല്ലെങ്കിൽ വേറെ മതസ്ഥരുടെ സ്കൂളുണ്ട്. നിങ്ങൾ ഈ സിസ്റ്റേഴ്സിൻ്റെ സ്കൂൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഞാൻ വർഗീയത പറയുകയല്ല, അങ്ങനത്തെ സ്കൂളിൽ വിടുമ്പോൾ അതവിടെ സ്ട്രിക്റ്റ് ആയിരിക്കും കാര്യങ്ങൾ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ വിടുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഇപ്പം സ്കൂളിനില്ലാത്ത കുറ്റങ്ങളില്ല. ഓക്കെ, ഇത്രയും കുറ്റങ്ങൾ ഉണ്ടായിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വിട്ടത്? ഇതുപോലെ ഞാൻ കണ്ടൊരു കാര്യം, ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കുറേ വിദ്യാർത്ഥികൾ അവർ പറയുന്നു, ഇപ്പോൾ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങളവിടെ ഭയങ്കര ബുള്ളിങ് അനുഭവിച്ചിരുന്നു, അന്നത്തെ കാലത്ത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്നവരുടെ മക്കൾ ഇപ്പോഴും ആ സ്കൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് അത് വിടുന്നത്? ഇപ്പോഴും അവിടെ ഇതാണ് അവസ്ഥ എങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു വിടുന്നു നിങ്ങളുടെ ഈ മക്കളെ ഈ സ്കൂളിലേക്ക്? പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി മാനസികമായിട്ട് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ ബുള്ളിങ് അനുഭവിക്കാത്ത എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? വേറെ ഏത് സ്കൂളിലായിക്കോട്ടെ, നിങ്ങളാരും ബുള്ളിങ് അനുഭവിച്ചിട്ടില്ലേ? നിങ്ങളാരും പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ എല്ലാവരും ടീച്ചർമാർ നിങ്ങളെ തലോടി കയ്യിൽ വെച്ച് ഒക്കത്ത് വെച്ചാണോ നടത്തിക്കൊണ്ടിരുന്നത്? അങ്ങനെയല്ലല്ലോ.
ഈ ബുള്ളിങ്ങൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇത് കുട്ടികളെ മാനസികമായി തകർക്കാനല്ല, അത് തകർന്ന് പോകുന്നത് അവർക്ക് മാനസികമായ ഒരു ബലം നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിങ്ങൾ കൊടുക്കാത്ത കൂടി കണ്ടുകൊണ്ട്. ഇത് നമുക്ക് ടീച്ചർമാരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ പറയുന്നത് സ്കൂളുകാരെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നു ഞാൻ ഫുൾ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലായ അനുഭവങ്ങളുണ്ട്. ഇനി വേറൊരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്സിലും സയൻസിലൊക്കെ അത്യാവശ്യം വീക്കായിരുന്നു. ഞാൻ മാത്സിൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മോശം മാത്സിലൊരു കുട്ടി ഞാനായിരുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ട്. നന്നായി പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ അവരൊക്കെ നേരത്തെ പോയിട്ട് മുൻകൂട്ടി ഈ ട്യൂഷനൊക്കെ പോകും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ വിഷയങ്ങൾ ഈ ചാപ്റ്റേഴ്സ് എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് ട്യൂഷൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും. ടീച്ചർ ക്ലാസ്സിൽ വന്ന് ബോർഡിൽ ചോദ്യം എഴുതുമ്പോഴേക്ക് ഇവർ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ ചിന്തിക്കുന്നത് എന്താ, ഇവരെല്ലാവരും മനസ്സിലായി, എല്ലാവർക്കും ഉത്തരം പെട്ടെന്ന് അറിയാം, ആ റേഞ്ചിൽ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വീക്കായിരിക്കുന്ന കുട്ടികൾക്ക്, ഞാനടക്കമുള്ള കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഈ കുട്ടീനെ, ഈ മരണമടഞ്ഞ കുട്ടീനെ അവർ കുറച്ച് പഠിക്കാൻ പുറകോട്ടുള്ള പിള്ളേരെ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തി. ആക്ച്വലി അത് ശരിക്കും ഉപകാരത്തിൽ വരത്തുള്ളൂ. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഓക്കെ സമ്മതിച്ചു, അവർക്ക് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിന് മിസ്സായിട്ടുണ്ടാവും. പക്ഷേ പഠനത്തിൻ്റെ രീതി വരുമ്പോൾ ആ കുട്ടികളെല്ലാം ഒരേ ലെവലുള്ള പിള്ളേരാണ്. ടീച്ചർമാർക്ക് അവർ നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. പിള്ളേർക്ക് അത് ഇതാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ട്, അവർക്കെല്ലാം ഉത്തരം അറിയാം. നമുക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാൻ പേടിയാണ്. കാരണം നമ്മളെ കളിയാക്കൂ, നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ പിള്ളേരെ കൂടെ പഠിക്കുന്ന കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിന് കെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കുട്ടികൾക്ക് ആക്ച്വലി അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നന്നായി പഠിക്കുന്ന പിള്ളേർ അവിടെ ഇരിക്കട്ടെ, അവരവിടെ കോമ്പറ്റ് ചെയ്യട്ടെ, അവർ മത്സരിക്കട്ടെ, അവർ ഫസ്റ്റ് വാങ്ങാൻ സെക്കൻഡ് വാങ്ങാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ മക്കൾ വീക്കാണ്, നമ്മൾ ഫസ്റ്റ് വാങ്ങാനോ സെക്കൻഡ് വാങ്ങാനോ അല്ല നമ്മൾ ചെയ്യാൻ നോക്കേണ്ടത്. നമ്മുടെ മക്കൾ അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സാവാൻ നോക്കുക, അവർ തോൽക്കരുത്, പാസ്സാവാൻ നോക്കുക. അതുപോലെ ഏത് വിദ്യാലയമാണെങ്കിലും ഈ സ്കൂളിന് വിജയശതമാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ വിജയശതമാനം നോക്കിയിട്ടാണല്ലോ നിങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത്. ഈ സ്കൂളിന് തീരെ വിജയശതമാനം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിവിടെ വിടുമായിരുന്നോ? ഈ വിജയശതമാനം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പം അങ്ങനെ വിജയശതമാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്വിച്ചിട്ടാൽ വരുന്ന സംഭവമല്ല വിജയശതമാനം. അതിന് കുറേ കാര്യങ്ങളുണ്ട്. ടീച്ചേഴ്സ് അതിന് വേണ്ടി ഒരുപാട് സ്ട്രെസ് എടുക്കണം, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും, കുറച്ച് കർശനമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുണ്ടാവുന്നത്. ഈ മുന്തിരി നിന്ന് വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞെക്കിപ്പിഴിഞ്ഞ് തന്നെ വൈൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ മുന്തിരിയോട് പോയി മുന്തിരി വേഗം വൈനാവും എന്ന് പറഞ്ഞാൽ വൈനാവത്തില്ല, അത് ഞെക്കിപ്പിഴിഞ്ഞെടുക്കണം. അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഞാനീ പറയുന്നത് പിള്ളേരെ ഉപദ്രവിക്കണം, ടീച്ചർമാർ അടിക്കണം, ഇടിക്കണം, ശാസിക്കണം, ഭയങ്കരമായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്യണം, അതല്ല പറഞ്ഞു വരുന്നത്. അത് ആ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ കണ്ടൊരു കാര്യം, കുട്ടികളെ സ്കൂളിൽ വിടുമ്പം കോട്ടിടാൻ പറയുന്നു, നിർബന്ധിക്കുന്നു, വീട്ടിൽ പോകുന്നവരെ കോട്ടിടാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. ഞാൻ കണ്ടത് ഡൊമിനിക്കയിൽ ഇപ്പം ടീച്ചേഴ്സും സിസ്റ്റേഴ്സും കുട്ടികളും എല്ലാം, അവിടേക്കകത്ത് സ്റ്റാഫുകൾ വരെ അവിടെ കോട്ടിട്ട് നടക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, കാലഘട്ടം മാറി. എൻ്റെ ഒന്നും കാലഘട്ടം അല്ല, നമ്മുടെ ഒന്നും കാലഘട്ടമല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ. ഇവരുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. ഈ പെൺപിള്ളേരുടെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും പല ഭാഗങ്ങൾ ഇവർക്ക് ഫോണിലവർക്ക് അത് എടുക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. നമ്മൾ ഈ വാർത്തകളിലും വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ പിള്ളേർ ഒളിച്ചും പാത്തും വീഡിയോ എടുക്കുന്നതും ക്യാമറയിൽ ചെയ്യുന്നതൊക്കെ. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിരിക്കും സിസ്റ്റേഴ്സ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചിട്ട്. അതാവാനേ സാധ്യതയുള്ളൂ. കാരണം ഈവൻ ബസ്സിലാണെങ്കിൽ പോലും വീട്ടിൽ പോകുന്നവരെ അങ്ങനെ പോകാൻ പറയുന്നത് അത് മക്കളുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റിയും കൂടെ അവർ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവനെ തന്നെയാണ് വഴിയുള്ളത്. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടു. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രൈവറ്റ് സ്കൂളിൽ വരുമ്പം അവിടെ പാലിക്കേണ്ടതായ കുറേ ചിട്ടവട്ടങ്ങളുണ്ട്. നിങ്ങൾക്കിതൊന്നും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പാലിപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നിങ്ങളിത് ബുദ്ധിമുട്ടി പിള്ളേരെ ഇങ്ങനത്തെ സ്കൂളിൽ വിടണ്ട. ഗവൺമെൻറ് സ്കൂളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ സ്കൂളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ വിടാമല്ലോ. നിങ്ങൾ ഇവിടെ വിടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതൊന്നും പാലിക്കാനും പറ്റത്തില്ല, കുറ്റം പറയുന്നത് അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കണ്ടൊരു കാര്യം, ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ഒരുപാട് വിദ്യാർത്ഥികൾ, അലുമിനീസൊക്കെ പല ഗ്രൂപ്പുകളിലും യൂട്യൂബിലും എല്ലാം വന്നിട്ട് സ്കൂളിനെതിരെ സംസാരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്കത് വ്യക്തിപരമായ അഭിപ്രായം പറയാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ഇംഗ്ലീഷിലും ഭയങ്കര ഇതൊക്കെ, നിങ്ങളാക്കിയതിൻ്റെ ഒരു വലിയൊരു കാരണം അല്ലെങ്കിൽ ഒരു ബേസ് അത് ഈ സെൻറ്റ് ഡൊമിനിക് എന്ന സ്കൂളാണ്. നിങ്ങൾക്ക് ആ സ്കൂളിലൊരു കടപ്പാട് ഉണ്ടാവേണ്ടതാണ്, സ്വാഭാവികമായ മനുഷ്യന്മാർക്ക് ഉണ്ടാവേണ്ടതാണ്. വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല.
നിങ്ങൾ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. തെറ്റുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും നമ്മളത് തെറ്റാണെന്ന് തന്നെ പറയണം. നീതിക്ക് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുകയും വേണം. പക്ഷേ നിങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും എല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിട്ട് ഞങ്ങളുടെ സ്കൂൾ ഭയങ്കര മോശമായിരുന്നു, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റം വന്നിട്ടില്ല, കാലം മാറിയിട്ടില്ല, ടീച്ചേഴ്സ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. അത് ചെയ്യരുത് നിങ്ങൾ. അത് വളരെ മോശമായ കാര്യമാണ്. കാരണം ഇന്ന് ഉള്ള നിങ്ങളായതിൻ്റെ ഒരു ബേസ് ഈ സ്കൂളിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുകയല്ല വേണ്ടത്. അതും കുറച്ച് ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ത്രീകളാണ്, ഒരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അപ്പം അവരെ നമ്മൾ അവർ മനുഷ്യരാണ്, അവർക്ക് കുറവുകളുണ്ടാവും, അവർക്ക് കുറ്റങ്ങളുണ്ടാവും. അതിനാണ് ഈ നാട്ടിലൊരു നീതി വ്യവസ്ഥയുള്ളത്. ഇപ്പോൾ ഈ കുട്ടി മരിക്കാൻ ഒരു കാരണം സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ അധികൃതരാണെങ്കിൽ അത് കേസ് പോകട്ടെ, അതിന് ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ഞാനും പറയത്തുള്ളൂ. പിന്നെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു വിദ്യാലയമാണ്. സ്വാഭാവികമായും അവരുടെ വളർച്ചയിൽ അസൂയ ഉള്ള കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കും, പല മതസ്ഥരുണ്ടാവുമായിരിക്കും. കാരണം അവർ ഈ സ്കൂളിൻ്റെ തന്നെ തൊട്ടടുത്ത് പല മതസ്ഥരുടെയും സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഈ സ്കൂളിനെ തകർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർക്കാണ് ലാഭം ഉണ്ടാവുക. അപ്പം അതിനു വേണ്ടി മുന്നിട്ട് വന്ന് സംസാരിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. അത് ചോറ് തിന്നുന്ന ആർക്കും അത് മനസ്സിലാവും. നമ്മൾ ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ഈ മുതലെടുത്ത് അതിനല്ല നോക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു 10,000, 2,000, 3,000 മുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത്. ആ സ്കൂൾ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റില്ലായിരിക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന പിള്ളേരുടെ ഒരു ഭാവിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയോ അല്ലെങ്കിൽ വർഗീയമായിട്ടോ നിങ്ങൾ അതിനെ നശിപ്പിക്കാൻ നോക്കരുത്. ഈ നാട്, ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടെ ഒരു ന്യായവ്യവസ്ഥതയുണ്ട്, ഒരു നിയമമുണ്ട്. കേസിൻ്റെ ഭാഗത്ത് കൂടെ നടക്കട്ടെ. ഇതിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് അധികൃതരുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കോടതി അത് വിധിക്കട്ടെ, ഇത് വരട്ടെ, കേസ് അങ്ങനെ നടക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ. നല്ല രീതിയിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ കുട്ടി നമ്മൾ വിട്ടുപോയി, അതിൽ അപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നറിയാം. എങ്കിൽ പോലും ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സമാധാനപൂർണ്ണമായി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയുടെ പുറകെ കുറേ പേര് പൊങ്കാലിടാൻ വരുന്നത് എനിക്കറിയാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊങ്കാലിടുന്നവർക്ക് പൊങ്കാലിടാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. കാരണം നിങ്ങൾക്കെല്ലാം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അത് ഒരു പരിധിവരെ മാന്യമായിട്ടായിരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം എൻ്റെ മാന്യതയുടെ ലെവൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ മാന്യത എന്ന് എനിക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റത്തുള്ളൂ. നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മാന്യതയുടെ ലെവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാം. ശരി, താങ്ക് യു.